ഹായ് ഓൾ. അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ലീസസ് ആണ്. മൊഡ്യൂൾ 4 വരുന്ന ഒരു ഭാഗമാണ് അക്കൗണ്ടിങ് ഫോർ ലീസസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സോ അക്കൗണ്ടിങ് ഫോർ ലീസസിലെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ലീസ്. വാട്ട് ഈസ് ലീസ്? Lease is an agreement whereby lessor conveys to the lessee in return for rent the right to use an asset for an agreed period of time. That means lease എന്ന് പറയുന്നത് എന്താണ്? ഒരു എഗ്രിമെന്റ് ആണ് അല്ലേ, ബിറ്റ്വീൻ ദ ലെസ്സർ ആൻഡ് ലെസ്സി. സോ ലെസ്സർ എന്ന് പറയുന്നത് ദ ഓണർ ഓഫ് ദ അസറ്റ് ആണ്. ലെസ്സി ഈസ് ദ യൂസർ ഓഫ് ദ അസറ്റ്. ലെസ്സറുടെ അസറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ലെസ്സിക്ക് കൊടുക്കുന്നത് ഫോർ യൂസിങ്. അല്ല, അയാളുടെ ഓണർഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ല ചെയ്യുന്നത്. ഓണർ ആരെന്നെയാണ്? ലെസ്സർ ആണ്. അയാളുടെ കയ്യിലുള്ള ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ്സിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇൻ റിട്ടേൺ ഫോർ എ റെന്റ്. എന്താണ്? ലെസ്സി ആ ഒരു പീരിയഡ്, ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കാണ് ഈ ലീസ് അഗ്രിമെന്റ് വെക്കുന്നുണ്ടാവുക. ആ ഒരു പെർട്ടിക്കുലർ പീരിയഡ് കഴിയുന്നത് വരെ ലെസ്സർക്ക് ഒരു റെന്റ്, അതിനൊരു വാടക കൊടുത്തുകൊണ്ട് ലെസ്സറുടെ പ്രോപ്പർട്ടി ലെസ്സിക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ലീസ് എന്ന് പറയുന്നത്. Then, lessor remains owner, but lessee has a right to use the equipment for an agreed rental to be paid over a period. Next point എന്താണ്? Lessor remains the owner. ആരാണോ ആ ഒരു എഗ്രിമെന്റ്, അവര് ലീസ് എഗ്രിമെന്റ് വെക്കുന്ന ആ ഒരു സമയത്ത് ആരെന്നെയാണോ അതിന്റെ ഓണർ, അയാൾ തന്നെയാണ് ആ ഒരു ലീസ് പീരീഡ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ അതിന്റെ ഓണർ എന്ന് പറയുന്നത് ലെസ്സർ തന്നെയാണ്. But the lessee has the right to use the asset. അയാൾക്ക് ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. The ownership will remains within the lessor. Then the lessee has to pay the rental amount over the period of lease. ആ ലീസിന്റെ പീരിയഡ് എത്രയാണോ അതുവരെ lessee has to pay the rent amount. അല്ലെ, ഒരു വാടക കൊടുത്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് lessee യൂസ് ചെയ്യുന്നുണ്ടാവുക. Then third point, lease contract will cover lease period, amount and timing of payments to be made by lessee, provision of payment of taxes, insurance, maintenance expenses and provision for renewal of lease period. Third point എന്ന് പറയുന്നത്, when the lessor and lessee came to an agreement, they will have a lease contract. അല്ലെ, അവിടെ ഒരു lease contract ഉണ്ടാവും. ആ lease contractൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? The period of lease, എത്രയാണ് lease period വരുന്നത്. Then amount and timing of payments to be made by the lessee to the lessor. ലെസ്സർക്ക് കൊടുക്കുന്ന റെന്റൽ എമൗണ്ട് എത്രയാണ്, അതിന്റെ പേയ്മെന്റ് ടൈമിങ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആ ലീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. Then provision of payment of taxes, insurance, maintenance expenses, etc. അതായത് മെയിൻ്റനൻസ് എക്സ്പെൻസ്, അതിന്റെ ആ ഒരു അസറ്റിന്റെ മേലുള്ള മെയിൻ്റനൻസ് എക്സ്പെൻസ്, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്, അതിന്റെ പ്രൊവിഷൻസ് എങ്ങനെയൊക്കെയാണ്, ഇതാരാണ് മീറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ പ്രൊവിഷൻ ഫോർ റിന്യൂവൽ ഓഫ് ലീസ് പീരിയഡ്. ലീസ് പീരിയഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാണോ അതോ ലെസ്സി അത് പർച്ചേസ് ചെയ്യാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ലീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താ? ലെസ്സി ആൻഡ് ലെസ്സർ കെയിം ടു ദ എഗ്രിമെന്റ്, they have to make a lease contract. ആ കോൺട്രാക്റ്റിനകത്ത് certain things എന്തുണ്ടാവും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. Okay, so next we are going to discuss terms used in leasing or terminologies of leasing. എന്തൊക്കെയാണ് ലീസിംഗിൽ വരുന്ന ടേംസ്? ഫസ്റ്റ് എന്താണ് പറയുന്നത്? ലെസ്സർ. Lessor is a person who under an agreement conveys to another person the right to use in return of rent an asset for an agreed period of time. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിലേക്ക് അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ആളെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഓണർ ഓഫ് ദ അസറ്റ്. Then lessee, a person who under an agreement obtains from another person the right to use in return of rent an asset for an agreed period of time. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിലേക്ക് അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആളെയാണ് ലെസ്സി എന്ന് പറയുന്നത്. He has to pay a rental amount for the using of the asset. Then third എന്താണ്? Lease rentals, a periodic payment made by the lessor to the lessee. ലെസ്സർക്ക് കൊടുക്കുന്ന പീരിയോഡിക് പേയ്മെന്റിനെയാണ് ലെസ് റെന്റൽ എന്ന് പറയുന്നത്. Then
lease property, a property which is let out for lease by lessor to the lessee. ആ ഒരു particular agreementൽ അവർ എന്ത് അസറ്റിനെയാണോ എയിം ചെയ്യുന്നത് ആ ഒരു അസറ്റ് ആണ് ലീസ് പ്രോപ്പർട്ടി. ഈ ലെസ്സർ ലെസ്സിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന അസറ്റ് ആണ് ലീസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Then lease term, duration for which property is let out for lease. ഒരു particular പീരിയഡിലേക്കാണ് ലീസ് എഗ്രിമെന്റ് അവർ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു പീരിയഡിനെ ഒരു ഡ്യൂറേഷനെയാണ് ലീസ് ടേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നോൺ ക്യാൻസലബിൾ ലീസ്. നോൺ ക്യാൻസലബിൾ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ലീസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എ ലീസ് ഈസ് ക്യാൻസൽഡ് ഓൺലി. എപ്പോഴേക്കാണ് ലീസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ഒന്ന് upon the occurrences of some remote contingency. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒക്കറൻസുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലീസ് മേ ബി ക്യാൻസൽഡ്. ദെൻ സെക്കൻഡ് പറയുന്നത് വിത്ത് പെർമിഷൻ ഓഫ് ലെസ്സർ. ലെസ്സറുടെ പെർമിഷനോട് കൂടിയിട്ട് ഒരു ലീസ് ക്യാൻസൽ ചെയ്യാം. Then third, if lessee enters into a new lease for the same. ആ ഒരു സെയിം അസറ്റിന്റെ മേലെ തന്നെ ലെസ്സറുമായിട്ട് ലെസ്സി പുതിയൊരു ലീസ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലീസ് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഓർ എനി ഇക്വലന്റ് അസറ്റ് വിത്ത് ദ സെയിം ലെസ്സർ. ആ ഒരു ഇപ്പൊ യൂസ് ചെയ്യുന്ന സെയിം അസറ്റിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു അസറ്റുമായിട്ട് എന്തെങ്കിലും ഒരു അതുമായിട്ട് എന്തെങ്കിലും ലീസ് കോൺട്രാക്റ്റിൽ ലെസ്സറുമായിട്ട് എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ആ ഒരു ലീസ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യപ്പെടും. ദെൻ ലാസ്റ്റ് പോയിന്റ്, അപ്പോൺ പേയ്മെന്റ് മെയ്ഡ് ബൈ ലെസ്സി ഓഫ് എൻ അഡീഷണൽ എമൗണ്ട്. എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് ലെസ്സി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ലീസിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു 4 സിറ്റുവേഷൻസിൽ മാത്രമേ ഒരു ലീസ് കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ലീസ് എന്താണ്? നോൺ ക്യാൻസലബിൾ ലീസ് ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് വരുന്നത് മിനിമം ലീസ് പേയ്മെന്റ്. മിനിമം ലീസ് പേയ്മെന്റ്സ് ഓവർ ലീസ് ടൈം ദാറ്റ് ലെസ്സി മസ്റ്റ് മേക്ക്. ആ ഒരു പെർട്ടിക്കുലർ ലീസ് പീരിയഡ് കഴിയുന്നത് വരെ ലെസ്സി പേ ചെയ്യുന്ന മിനിമം പേയ്മെന്റ്സിനെയാണ് മിനിമം ലീസ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ is the amount for which an asset could be exchanged or a liability settled between knowledgeable willing parties in an arm's length transaction. സോ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്ത എന്നാൽ കാര്യങ്ങളെ കുറിച്ച് ഫുൾ അറിയാവുന്ന രണ്ട് പാർട്ടീസ് ഒരു അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു ന്യായമായ എമൗണ്ടിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അസറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന വാല്യൂ ആണ് എന്ത്? ഫെയർ വാല്യൂ. ഒരു അസറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ ന്യായമായ വില ഉണ്ടല്ലോ, ആ ഒരു വിലയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either the period over which a fixed asset is expected to be used by the enterprise or a number of production units expected to be obtained from asset by the enterprise. ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേസിൽ അതിനെ പറയാം. ഒന്ന്, the period over which a fixed asset is expected to be used by the enterprise. ആ ഒരു പെർട്ടിക്കുലർ എന്റർപ്രൈസ് ആ ഒരു അസറ്റിനെ എത്ര കാലം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു പീരിയഡിനെ അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയാം. ദെൻ അല്ല എന്നുണ്ടെങ്കിൽ number of production units expected to be obtained from asset by the enterprise. ആ ഒരു എന്റർപ്രൈസ് ആ ഒരു അസറ്റിൽ നിന്നും അവർക്ക് എത്രത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും, അതിന് വേണമെങ്കിൽ അതിന്റെ ഒരു യൂസ്ഫുൾ ലൈഫ് ആയിട്ട് കണക്കാക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് റെസിജ്വൽ വാല്യൂ. എസ്റ്റിമേറ്റഡ് ഫെയർ വാല്യൂ ഓഫ് എ ലീസ്ഡ് അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടൈം. റെസിജ്വൽ വാല്യൂ അല്ലെങ്കിൽ RV എന്ന് പറഞ്ഞാൽ the estimated fair value of the leased asset at the end of the lease term. Lease term end ചെയ്യുന്ന സമയത്ത് ആ ലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള അസറ്റിന്റെ എസ്റ്റിമേറ്റഡ് ഫെയർ വാല്യൂനെയാണ് റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. at the end of the
ലീസ് ടേമിന്റെ എൻഡിൽ ആ ഒരു ലീസ്ഡ് അസറ്റിന്റെ ഫെയർ വാല്യൂ, എസ്റ്റിമേറ്റഡ് ഫെയർ വാല്യൂ എത്രയാണോ അതാണ് റെസിജ്വൽ വാല്യൂ. നെക്സ്റ്റ് വരുന്നത് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ. A guarantee made to a lessor by a party unrelated to the lessor that the value or part of the value of an underlying asset at the end of the lease will be at least at a specified amount. അതായത് guaranteed residual value or GRV ഒരു ലെസ്സറുമായിട്ട് അൺറിലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ, ഒരു പാർട്ടി ആ ഒരു ലീസ് ടേം കഴിഞ്ഞാൽ ആ ഒരു ലീസ്ഡ് അസറ്റിനെ ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. ഈ ഒരു എമൗണ്ടിന് ലീസ് ടേം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലീസ്ഡ് അസറ്റിനെ ഏറ്റെടുക്കാം, വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്ന എമൗണ്ടിനെയാണ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. Then unguaranteed residual value, part of residual value of leased asset which is not guaranteed. ആ ഒരു പെർട്ടിക്കുലർ ലീസ്ഡ് അസറ്റിന്റെ റെസിജ്വൽ വാല്യൂ ഉണ്ടാവും. റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് ടേമിന്റെ എൻഡിൽ ആ ലീസ്ഡ് അസറ്റിന് കണക്കാക്കുന്ന ഒരു ഫെയർ വാല്യൂ ആണ് അതിന്റെ റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ലീസ് ടേം കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചെയ്യുന്ന എമൗണ്ട്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ റെസിജ്വൽ വാല്യൂ മുഴുവനായിട്ട് ഗ്യാരണ്ടി ചെയ്യണമെന്നില്ല. എ പാർട്ട് ഓഫ് റെസിജ്വൽ വാല്യൂ മാത്രമാവും ചിലപ്പോൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവുക. സോ അതിന്റെ ബാലൻസ് ഉണ്ടാവും. റെസിജ്വൽ വാല്യൂ മൈനസ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ, ആ ഒരു ബാലൻസിനെയാണ് അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. Aggregate of minimum lease payments under a financial lease from standpoint of lessor and any unguaranteed residual value accruing to the lessor. Gross investment in lease എന്ന് പറയുന്നത് from the standpoint of lessor ആണ്. That means total lease payment plus unguaranteed residual value അതിനെയാണ് gross investment in lease എന്ന് പറയുന്നത്. The next വരുന്നത് unearned finance income. The difference between lessor's gross investment in lease and its present value. Unearned finance income എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ gross investment in lease minus present value of asset. Leased assetന്റെ present value gross investmentൽ നിന്ന് മൈനസ് ചെയ്യുന്ന എമൗണ്ട് ആണ് unearned finance income. The next വരുന്നത് net investment in lease. Net investment in lease means gross investment in lease less unearned finance income. Okay, ഇവിടെ പറഞ്ഞിട്ടുള്ള gross investment എന്ന് മൈനസ് unearned finance income മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് net investment in lease എന്ന് പറയുന്നത്. Then വരുന്നത് contingent rent. Contingent rent means additional lease payments that are based on items such as percentage of future sales, amount of future use. That means lease amount, അതായത് rental payments കൂടാതെ additional ആയിട്ട് lessee payment നടത്തുന്നുണ്ടെങ്കിൽ based on percentage of future salesന്റെ ഒരു നിശ്ചിത percentage അല്ലെങ്കിൽ amount of future use, ഇതിന്റെ ബേസിൽ എന്തെങ്കിലും അഡീഷണൽ പേയ്മെന്റ്സ് ലെസ്സി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെന്റിനെയാണ് കണ്ടിജന്റ് റെന്റ് എന്ന് പറയുന്നത്. So next we are going to discuss what are the advantages of leasing. എന്തൊക്കെയാണ് ലീസിംഗിന്റെ അഡ്വാൻറ്റേജസ്? First one, lessee need not pay down payment. The lessee need not pay the down payment in leasing. That means we know that in a hire purchase system, when the two parties came to the agreement, the hire purchaser has to make a down payment or an initial payment. അവരത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയറർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ബട്ട് ലീസിംഗിൽ ലെസ്സി എന്ത് ചെയ്യണ്ട? ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ that is an advantage for lessee. Then leasing contract can be modified if there is any circumstances, if there is any situation arises, they can modify the leasing contract. Adilla terms and conditions can be modified. Then third point,
ടാക്സ് ബെനിഫിറ്റ്സ്. ലീസിങ്ങില് ടാക്സ് ബെനിഫിറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ദാറ്റ് മീൻസ് ലീസ് പേയ്മെന്റ്, അവർ പേ ചെയ്യുന്ന ലീസ് പേയ്മെന്റിന് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വി നോസ് ദാറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ എവിടെയാണ് എഴുതാറ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. സോ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും. സോ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോഫിറ്റിന്റെ മേലെ മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതി. സോ ലീസ് പേയ്മെന്റിനെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അത് ഡെബിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. സോ നെറ്റ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. സോ നെറ്റ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് കൊടുക്കുക. സോ അവിടെ എന്തുണ്ടാവും? ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. ദ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ന്യൂ ഓൺട്രപ്രണേഴ്സ് ക്യാൻ എൻജോയ് അസറ്റ് വിത്തൗട്ട് ഓയിങ് ഇറ്റ്. ദാറ്റ് മീൻസ് ഫ്രഷ് ഓൺട്രപ്രണേഴ്സിനൊക്കെ മേ ബി ഹ്യൂജ് അസറ്റ് ബൈ ചെയ്യുക എന്ന് പറയുന്നത് മേ ബി അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള മെഷീനറീസോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ദേ ക്യാൻ യൂസ് ലീസിങ് മെത്തേഡ്. ലീസിങ്ങിൽ ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് അത് യൂസ് ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുന്നത് വരെ. അതിനൊരു ലീസ് റെന്റൽ മാത്രം പേ ചെയ്താൽ മതി. സോ അതും ലീസിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് ഈസി ടു ഫോർകാസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് അക്യുറേറ്റ്ലി. അക്യുറേറ്റ് ആയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ലീസിങ്ങിൽ ഓരോ കാര്യങ്ങളും അവർ രണ്ടുപേരും ലീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ലീസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത്. സോ അതിന്റെ ബേസിസിലൊക്കെ അവർക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ ലെസ്സി ക്യാൻ യൂട്ടിലൈസ് അസറ്റ് ഫോർ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. ലെസ്സിക്ക് എന്ത് ചെയ്യാം? ലോങ്ങർ പീരിയഡിൽ ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്യാനായിട്ട് കഴിയും വിത്തൗട്ട് ഓയിങ് ഇറ്റ്. അല്ലെ, ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഒരു മിനിമം എമൗണ്ട് ലീസ് റെന്റൽ ആയിട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് ലോങ്ങർ പീരിയഡിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ലെസ്സിക്ക് കഴിയും. ദെൻ ലെസ്സി ക്യാൻ എയ്തർ റിന്യൂ ഓർ ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. ആ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ലീസ് ടേം കഴിഞ്ഞാൽ മേ ബി he can renew the contract or terminate the contract. Then all leasing charges paid will be treated as revenue expenditure. Whatever the charges paid in the leasing contract, that is treated as revenue expenditure. Revenue expenditure ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ it's automatically a charge to profit and loss account. പ്രോഫിറ്റ് അല്ല, ഒരു പ്രോഫിറ്റിന്റെ മേലെ ഒരു ചാർജ് ആണത്. സോ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും, ടാക്സ് ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാനായിട്ട് കഴിയും. Then what are the disadvantages of leasing? Not a suitable method for project finance. Project finance suitable ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല leasing എന്ന് പറയുന്നത്. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Then certain tax benefits or incentives may not be available in leasing. ലീസിംഗ് മെത്തേഡ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ടാക്സ് ബെനിഫിറ്റ്സുകളും കമ്പനിക്ക് അവൈൽ ചെയ്യണമെന്നില്ല. ചില ടാക്സ് ബെനിഫിറ്റ്സ് മാത്രമേ അവൈൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. Then purchasing will be better than leasing for those assets whose value is likely to appreciate over a period of time. Purchasing will be better than leasing for those assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസറ്റുകൾ അതിന്റെ വാല്യൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അസറ്റുകളായിരിക്കും. സോ അങ്ങനെയുള്ള അസറ്റിന്റെ കേസിൽ ഇറ്റ്സ് ബെറ്റർ ടു പർച്ചേസ് ദാൻ ലീസിങ്. ലീസിങ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അങ്ങനെയുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ദെൻ റെന്റൽ സ്ട്രക്ചർ ക്യാൻ ബി ചേഞ്ച്ഡ്. റെന്റൽ സ്ട്രക്ചർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അത് ചില സിറ്റുവേഷൻസിൽ ചേഞ്ച് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരിക, ഡിപ്രീസിയേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരിക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള റെന്റൽ എമൗണ്ടിൽ ദേ ക്യാൻ മേക്ക് ചേഞ്ചസ്. അതെന്താണ്? ഒരു ക്ലോസ് ആണ്. സോ അതിൽ ചേഞ്ചസ് വരുത്തിയാലും മേ ബി ദ ലെസ്സി കാൻ ഡു എനിത്തിങ്. സോ ആ റെന്റൽ സ്ട്രക്ചർ മാറും. സോ അതും എന്താണ്? ലീസിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.
നെക്സ്റ്റ് വരുന്നത് termination of lease contract is not possible without paying heavy penalties. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലോങ് ടേം ലീസ് ആണ്. ഒരു ലോങ് പീരീഡിലേക്കാണ് ലീസ് കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസസിൽ അത് ഇടയ്ക്ക് വെച്ച് ടെർമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ദാറ്റ് മീൻസ് അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ലെസി ഹാസ് ടു മേക്ക് ഹ്യൂജ് എമൗണ്ട് ഒരു ആസ് പെനാൽറ്റി ആയിട്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതും എന്താണ് ലീസിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.